നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇപ്പോഴും പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ കാണുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടി ചെയ്ത് നോക്കുക. നമുക്കറിയാം, നമ്മുടെ റേഷൻ കാർഡ് ഒരിക്കലും റേഷൻ സാധനങ്ങൾ വാങ്ങാൻ മാത്രമുള്ള രേഖയല്ല, മറിച്ച് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന, നമ്മുടെ വരുമാനം തെളിയിക്കുന്ന രേഖ കൂടിയാണ്. ആധാർ കാർഡിലെ അഡ്രസ്സ് പോലും നമുക്ക് റേഷൻ കാർഡിലെ അഡ്രസ്സ് വെച്ച് തിരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ റേഷൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന അഡ്രസ്സിൽ താമസിക്കുന്നു എന്ന് തെളിയിക്കുന്ന രേഖ കൂടി ആയതിനാൽ തന്നെ അതിലെ അഡ്രസ്സും അതിലെ പേരുകളുമെല്ലാം നിർബന്ധമായും തിരുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ റെഡിയാക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നു നമ്മുടെ റേഷൻ കാർഡ് പുതിയ രൂപത്തിലേക്ക്, ഡീറ്റെയിൽ രൂപത്തിലേക്ക് മാറിയത്. ചെറിയ ATM കാർഡ് രൂപത്തിലും അതുപോലെ തന്നെ ഒറ്റ ഫ്രെയിമിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വരുന്ന ചട്ടരൂപത്തിലുമെല്ലാം നമുക്ക് റേഷൻ കാർഡ് ലഭിക്കുകയുണ്ടായി. ഓൺലൈനായിട്ടായിരുന്നു നമുക്കിതെല്ലാം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും പഴയ പുസ്തക രൂപത്തിൽ തന്നെ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അത് തിരുത്താൻ ശ്രമിക്കുക. കാരണം പഴയ റേഷൻ കാർഡിൽ ഒരുപാട് തെറ്റുകളുണ്ട്. നമ്മുടെ പേരിൽ, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സിൽ, നമ്മുടെ വയസ്സുകളിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. അതെല്ലാം ഇനി വളരെ തിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായും നമ്മുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പല ആളുടെയും റേഷൻ കാർഡിൽ ഇംഗ്ലീഷിൽ പേരുകൾ ഉണ്ടാകുകയില്ല, മലയാളത്തിൽ മാത്രമായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. റേഷൻ കാർഡ് എടുക്കുന്ന 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ റേഷൻ കാർഡ് എടുക്കുന്നതിൽ പുതുക്കുന്ന സമയത്തെല്ലാം നമ്മുടെ റേഷൻ കാർഡിൽ പേര് മലയാളത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇംഗ്ലീഷിലുണ്ടായിരുന്നില്ല. പേര് മാത്രമല്ല, നമ്മുടെ സർനെയിം, നമ്മുടെ ഹൗസ് നെയിം എല്ലാം മലയാളത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഇംഗ്ലീഷിലാക്കാനും കൂടി ഈ ഒരു ഡീറ്റെയിൽ ആക്കുന്ന രൂപത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുസ്തക രൂപത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും എന്തെല്ലാം തെറ്റുകളാണ് ഉള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. അക്ഷയക്ക് എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ കോപ്പി ലഭിക്കും. അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ തെറ്റുകളാണ് ഉള്ളത് നോക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ പേരുകളുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തുക. നമ്മുടെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ പേരുകളാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിലെ വയസ്സാണോ എന്നും ഉറപ്പുവരുത്തുക. ആദ്യ സമയങ്ങളിലെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാറില്ലായിരുന്നു, 1-1 എന്ന് കണക്കാക്കിയായിരുന്നു അന്നെല്ലാം ഡേറ്റുകൾ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ തിരുത്താനുണ്ടോ, മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതെല്ലാം തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ കാർഡ് ലഭിക്കും. ആ കാർഡുകൾ നമുക്ക് നമ്മുടെ അഡ്രസ് പ്രൂഫായും അതുപോലെ തന്നെ നമ്മൾ താമസ പ്രൂഫായും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുസ്തക രൂപത്തിലുള്ള ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും ഇക്കാര്യം ശ്രദ്ധിക്കുക. ഇതിനൊരു അവസാന തീയതിയോ അല്ലെങ്കിൽ അവസാന സമയമോ ഒന്നില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിന് നിയമമായി കർശനമാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയായ സ്ഥിതിക്ക് നമ്മുടെ എല്ലാ രേഖകളും കേന്ദ്രത്തിൻ്റെ ഒറ്റ പോർട്ടൽ വഴിയായിരിക്കും നമുക്ക് റേഷൻ സാധനങ്ങളും മറ്റു സാധനങ്ങളും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ പോലും പിന്നീട് തിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നിർബന്ധമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ പോർട്ടൽ എന്ന റേഷൻ കാർഡിൻ്റെ വെബ്സൈറ്റ് വഴിയോ നമുക്ക് ചെക്ക് ചെയ്യാം. എന്തെല്ലാം തെറ്റുകളുണ്ടെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ചില കാര്യങ്ങൾക്കെല്ലാം പ്രൂഫ് അത്യാവശ്യമാണ്, ചില കാര്യങ്ങൾക്ക് പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നമ്മുടെ പേര് മലയാളത്തിൽ മാത്രമുള്ള ഇംഗ്ലീഷില്ലെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് മതിയാകും. പേര് തിരുത്താനും നമ്മുടെ ആധാർ കാർഡ് മതി. അതുപോലെ തന്നെ പുതിയ കുട്ടികൾ ചേർക്കാനും ഇപ്പോൾ ആധാർ കാർഡ് മാത്രം മതി. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം തിരുത്തിയതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽ കാർഡിലേക്ക് മാറുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.